നമസ്കാരം. മറ്റൊരു തൊടുകുറിയാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത്. ഈ തൊടുകുറിയിൽ ഗുരുവായൂരപ്പനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്, ഭഗവാനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പരാമർശിക്കാം. ഇതൊരു സാധാരണ വീഡിയോയായി പരാമർശിക്കുവാൻ സാധിക്കുന്നതല്ല. നിങ്ങളുടെ ജീവിതവുമായി അത്രമേൽ ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് തൊടുകുറി ഗണിതത്തിലൂടെ ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭഗവാനുമായി ബന്ധപ്പെട്ട് നേരിട്ട് ലഭിക്കാവുന്ന സൂചനകളാകാം. എത്ര തന്നെ ശ്രമിച്ചാലും പല കാര്യങ്ങളും ജീവിതത്തിൽ നടക്കാത്തതായ പലവിധ സാഹചര്യങ്ങൾ വന്ന് ചേർന്നു എന്ന് വരാം. ഫലം ലഭിക്കാത്തതായ അവസ്ഥ, പലവിധ പ്രയാസങ്ങൾ, ദുരിതപൂർണമായ അവസ്ഥകൾ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കാം. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അനുകൂലമല്ലാത്തതായ സാഹചര്യങ്ങൾ പോലും വന്നു ചേരാം. പക്ഷെ എന്തു തന്നെ സംഭവിച്ചാലും നമ്മൾ ഒരു കാര്യം എപ്പോഴും ഓർത്തിരിക്കണം, ഭഗവാൻ നമ്മൾക്കൊപ്പമുണ്ട് എന്നും ഭഗവാന്റെ അനുഗ്രഹം ജീവിതത്തിൽ പല കാര്യങ്ങളും അനുകൂലമാക്കി നൽകും എന്നുള്ളതാണ്. ഭഗവാനെ നിങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുകയാണ് എങ്കിൽ ആ അനുഗ്രഹം നിങ്ങൾക്ക് തീർച്ചയായും ജീവിതത്തിൽ അനുഭവഭേദ്യമാവുക തന്നെ ചെയ്യും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് തന്നെ കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന സാഹചര്യം ഉണ്ടായി എന്ന് വരാം. വർഷങ്ങളായി ശ്രമിച്ചിട്ടും നടക്കാത്തതായ, അസാധ്യം എന്ന് കരുതുന്നതായ കാര്യങ്ങൾ പോലും ഒരു ദിവസം കൊണ്ടുകൊണ്ട് നിങ്ങൾക്ക് അനുകൂലമായി തീർന്നു എന്ന് വരാം. ഒരു ദിവസം കൊണ്ട് അനുകൂലമായി തീരുന്ന സാഹചര്യമായിരിക്കും വന്നു ചേരുക. അത്തരം അത്ഭുതകരമായ അനുഭവങ്ങളാണ് പലർക്കും ഭഗവാന്റെ അനുഗ്രഹത്താൽ വന്നു ചേരുക. ഈ വീഡിയോ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്ന പോലും ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ ഉള്ളതിനാൽ തന്നെയാണ്. ചിലപ്പോൾ ഭഗവാൻ നിങ്ങൾക്ക് പ്രത്യേകമായ അനുഗ്രഹം അല്ലെങ്കിൽ സന്ദേശം ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് സമയമാകുമ്പോഴാണ്. അത്തരം ചില സൂചനകൾ തന്നെയാണ് ഈ അധ്യായത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സംഭവിക്കേണ്ടതായ കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നും ഭാഗ്യവാതിൽ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നുണ്ടോ എന്നും നിങ്ങളുടെ ജീവിതത്തിലെ പരീക്ഷണങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന സമാപ്തമായ കാര്യങ്ങൾ അല്ലെങ്കിൽ പരീക്ഷണങ്ങൾ അവസാനിക്കാൻ പോകുന്നു എന്നും വിശദമായി തന്നെ ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം. പ്രത്യേകമായ ചില സന്ദേശങ്ങൾ തന്നെയാണ് ഈ അധ്യായത്തിലൂടെ ഭഗവാൻ നിങ്ങൾക്ക് നൽകാനായി പോകുന്നത്. അതിനായി ഏവരും അല്ലെങ്കിൽ ഭഗവാന്റെ പ്രത്യേകം സന്ദേശം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ആ സന്ദേശം ലഭിക്കുക എന്നത് ഏവരുടെയും ജീവിതത്തിൽ വ്യത്യസ്തമായ അനുഭവം തന്നെയാണ്, വ്യത്യസ്തമായ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവുമാണ്. ഇവിടെ 2 ചിത്രങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഗുരുവായൂരപ്പന്റെ അഥവാ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ 2 ചിത്രങ്ങളാണ് നൽകിയിട്ടുള്ളത്. നിങ്ങളുടെ മനസ്സിലെ ആശങ്കകളെല്ലാം മാറ്റിവെച്ച് ശാന്തമായി ഇരിക്കുക എന്നതാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്. മനസ്സിലെ എല്ലാ നെഗറ്റീവായ ചിന്തകളും ഒഴിവാക്കി ഒരു നിമിഷം നിങ്ങൾ കണ്ണുകളടച്ച് ഭഗവാനെ നിങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിക്കേണ്ടതാണ്. ജീവിതത്തിൽ കാര്യങ്ങൾ അനുകൂലമായി തീരണം എന്നും ഭഗവാന്റെ അനുഗ്രഹത്താൽ ശുഭകാര്യങ്ങൾ സംഭവിക്കണം എന്നും ഭഗവാന്റെ ആ പുഞ്ചിരിച്ച രൂപത്തോട് നിങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിക്കുക. ഭഗവാന്റെ കൃപ ജീവിതത്തിൽ വന്നു ചേരണം എന്ന് പ്രാർത്ഥിക്കുകയും മുന്നോട്ടുള്ള ജീവിതത്തിൽ തീർച്ചയായും അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കണം എന്ന് പ്രാർത്ഥിക്കുക. ഒരു നിമിഷം നിങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിച്ചതിന് ശേഷം കണ്ണുകൾ തുറന്ന് ആദ്യം കാണുന്ന ഭഗവാന്റെ ചിത്രം തൊടൂ. ഏവരും ഭഗവാന്റെ ചിത്രം തൊട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും ഒരു നിമിഷം ഭഗവാന്റെ നാമങ്ങൾ കമന്റായി രേഖപ്പെടുത്തി വന്ദിക്കൂ. ഈ ചിത്രം തിരഞ്ഞെടുത്തത് പോലും ഭഗവാന്റെ നിശ്ചയമായിരുന്നു എന്നതാണ് വാസ്തവം. അതിന് പിന്നിൽ
നിങ്ങൾ അറിയേണ്ടതായ ചില പ്രധാനപ്പെട്ട സന്ദേശങ്ങളുണ്ട് എന്ന് തന്നെ അർത്ഥമാക്കാം. ജീവിതത്തിൽ വളരെയധികം പ്രയാസങ്ങൾ അല്ലെങ്കിൽ ദുരിതപൂർണമായ അവസ്ഥ തന്നെയാണ് നിങ്ങൾക്കുള്ളത് എന്നതാണ് വാസ്തവം. എന്നാൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് വ്യക്തമായി ചോദിക്കുകയാണ് എങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ വിഷമതകളും മാനസിക സമ്മർദ്ദങ്ങളുമുണ്ട് എന്നത് വാസ്തവമല്ലേ? അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നത് വാസ്തവമാണ്. ചില കാര്യങ്ങളെങ്കിലും നിങ്ങൾക്ക് അല്ലെങ്കിൽ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പോലും അത്തരമൊരു സാഹചര്യം അനുഭവിച്ചു പോരുന്നു. ബുദ്ധിമുട്ടാണ് പല കാര്യങ്ങളിലും എന്നതും വാസ്തവമാണ്. നിങ്ങൾ വളരെയധികം പരിശ്രമിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അത് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യവുമാകാം. എന്നാൽ നല്ല മനസ്സുള്ള വ്യക്തികളാണ് എന്നതും വാസ്തവമാണ്. എന്നാൽ അതിനനുസരിച്ചുള്ള ഒരു ഫലം നിങ്ങൾക്ക് ലഭിക്കാറുണ്ടോ എന്ന് നിങ്ങൾക്കും സംശയമുള്ള കാര്യമാണ്. നിങ്ങൾ വിശ്വസിച്ച പല വ്യക്തികളിൽ നിന്ന് പോലും നിങ്ങൾക്ക് ഒരു നിരാശയാണ് പലപ്പോഴും ലഭിച്ചിട്ടുണ്ടാകുക എന്നതും വാസ്തവം തന്നെയാണ്. ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യങ്ങളിൽ ഒന്ന്, അത് ഭഗവാൻ നിങ്ങളോട് പരാമർശിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന്, നിങ്ങൾ അനുഭവിച്ചു പോരുന്ന കഷ്ടകാലത്തിന് അറുതി സംഭവിക്കുകയും ഒരു പുതിയ തലത്തിലേക്ക് അല്ലെങ്കിൽ പുതിയൊരു മാർഗം നിങ്ങൾക്ക് മുൻപിൽ തെളിയുന്നതായ സാഹചര്യമുണ്ട്. വളരെ കാലമായി പ്രയാസങ്ങൾ തന്നെയാണ് അനുഭവിച്ചു പോന്നിരുന്നത്. ആ ബുദ്ധിമുട്ടുകൾ നിങ്ങളിൽ നിന്നും ഒഴിയുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പതിയെ അത് കുറഞ്ഞു വരും എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ധനപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനിവാര്യമായതും അല്ലെങ്കിൽ ലഭിക്കേണ്ടതുമായ ഒരു മാറ്റം, അതിന് സാധ്യത വളരെ കൂടുതലാണ് എന്ന് തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കും. നിങ്ങൾക്ക് ആഗ്രഹം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുണ്ട്. ജീവിതത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ അത് അനുകൂലമാകുമോ എന്ന ചിന്തയുണ്ട്. പല കാര്യങ്ങളിലും അത് ജോലിയുമായി ബന്ധപ്പെട്ടോ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പോലും ആകാവുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങളെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് പോലും ആകാവുന്നതുമാണ്. വിദേശവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് പോലുമാകാം. ഇത്തരത്തിലൊരു അവസരം നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്നു എന്നതാണ് വാസ്തവം. അതായത് ആശങ്കകൾ ഒഴിയുകയും നിങ്ങളുടെ മനസ്സിലുള്ള ആ കാര്യങ്ങൾക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യാം. നിങ്ങൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടതായ കാര്യങ്ങളിൽ ഒന്ന്, ഭഗവാൻ നിങ്ങളെ പല വിധത്തിലും പരീക്ഷിച്ചു എന്ന് വരാം. ആ പരീക്ഷണ ഘട്ടം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് എന്നതാണ് വാസ്തവം. എന്നാൽ ആ പരീക്ഷണ ഘട്ടങ്ങൾക്ക് ഒരു അറുതി സംഭവിക്കുകയും ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരികയും ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് ജീവിതത്തിൽ ഉള്ളത് എന്നതാണ് വാസ്തവം. അതിനാൽ തന്നെ നിങ്ങളുടെ പരീക്ഷണ ഘട്ടത്തിന് ഒരു സമാപ്തി ആയിരിക്കുകയാണ്. ഇവിടെ ഭഗവാനുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുവാൻ സാധിക്കുന്നത്, നിന്റെ പ്രാർത്ഥന അത് ഭഗവാൻ കേട്ടിരിക്കുന്നു എന്നാണ്. അതായത് ഭഗവാൻ നിന്റെ പ്രാർത്ഥന ഞാൻ കേട്ടിരിക്കുന്നു എന്നാണ് ഭഗവാൻ ഇതിലൂടെ അർത്ഥമാക്കുന്നത്. അതിനാൽ തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയ്ക്ക് അനുസരിച്ചുള്ള ചില അനുകൂലമായ ഫലം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാം. സന്തോഷകരമായ വാർത്തകൾ, ശുഭകാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാം. പ്രധാനമായും 3 മാസത്തിനുള്ളിൽ തന്നെ പല കാര്യങ്ങളിലും ഒരു പുരോഗതി അല്ലെങ്കിൽ മാറ്റങ്ങൾ പ്രകടമാകാവുന്നതാണ്. അല്ലെങ്കിൽ 7 ദിവസം മുതൽ 10 ദിവസത്തിനുള്ളിൽ ചില കാര്യങ്ങളെങ്കിലും നിങ്ങൾക്ക് പുതിയ അവസരമായി സന്തോഷകരമായ കാര്യങ്ങളായി ജീവിതത്തിൽ വന്നു ചേരാം. ഒരു ജോലി ലഭിക്കുവാനുള്ള സാധ്യത നിങ്ങൾക്ക് മുൻപിൽ തെളിയാം. അല്ലെങ്കിൽ കുടുംബത്തിൽ ഉണ്ടായിരിക്കുന്ന ചില പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ലഭിക്കുകയും വലിയ പ്രശ്നങ്ങൾ പോലും അവസാനിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു എന്നതാണ് വാസ്തവം. ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നും സഹായിക്കുന്ന ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലാണ് എന്ന് കാണുന്നു.
ജീവിത പങ്കാളിയാകുവാനും സാധ്യത കൂടുതലാണ് എന്ന് പറയാം. കൂടാതെ ഇപ്പോൾ മനസ്സിലുള്ള ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ അത് വളരെ കാലമായി നിങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന, നടത്തി തരണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ആഗ്രഹമാണ് എങ്കിൽ ആ ആഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹ സാഫല്യമായി തീരുവാനുള്ള സാധ്യതയുണ്ട്. ഭഗവാൻ തന്നെ അത് നടത്തി തരുവാനുള്ള സാധ്യത തുലം കൂടുതലാണ് എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും. അത്തരം സാഹചര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഒരുങ്ങുന്നു എന്നുള്ളതാണ്. ഈ സമയം ഭഗവാനെ വിശ്വസിച്ച് തന്നെ, ഭഗവാനിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് നീങ്ങുക. നിങ്ങൾക്ക് പ്രതീക്ഷിക്കാതെ തന്നെ ഭഗവാൻ തീർച്ചയായും അത്ഭുതങ്ങൾ ജീവിതത്തിൽ നടത്തും. അതിനുള്ള സാഹചര്യം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് എന്ന് തന്നെ അർത്ഥമാക്കാം. ഈ സമയം ഭഗവാന്റെ മന്ത്രജപം കൂടി നിങ്ങൾ മുടങ്ങാതെ നടത്തേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. ഭഗവാന്റെ രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവർക്ക് ഭഗവാൻ നൽകുന്നതായ ആ സന്ദേശം ഇപ്രകാരമാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായ ആ പ്രയാസങ്ങൾ അത് ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കുന്ന കാര്യമല്ല. ആ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നു എന്നത് വാസ്തവമായ കാര്യമാണ്. എന്നാൽ അത് തരണം ചെയ്യുവാനും ആത്മവിശ്വാസത്തോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനും സാധിക്കും. ഭഗവാന്റെ അനുഗ്രഹം തന്നെയാണ് നിങ്ങൾക്കൊപ്പം എപ്പോഴും നിലകൊള്ളുന്നത്. അതിനാൽ തന്നെ ഇപ്പോൾ ഈ ഫലം, ഈ പരാമർശിച്ചു കൊണ്ടിരിക്കുന്നതായ ഫലം നിങ്ങളുടെ ജീവിതത്തിൽ അത് നിങ്ങൾക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, പല പരീക്ഷണങ്ങൾ ഉണ്ടായി എന്ന് വരാം. എന്നാൽ ജീവിതത്തിൽ അത് നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടു പോകുവാൻ സാധിക്കും എന്നുള്ളതാണ്. കാരണം ഭഗവാന്റെ കൃപയാണ് നിങ്ങൾക്കൊപ്പം ഉള്ളത്. ഭഗവാന്റെ ഈ ചിത്രം തിരഞ്ഞെടുത്തത് പോലും അത് യാദൃശ്ചികമല്ല, അത് ഭഗവാന്റെ നിശ്ചയം തന്നെയാണ് എന്ന് കൂടി മനസ്സിലാക്കുക. നിങ്ങൾ വളരെ പ്രത്യേകതകളുള്ള വ്യക്തികൾ തന്നെയാണ്. കാരണം മറ്റുള്ളവരുടെ മനസ്സ് മനസ്സിലാക്കുവാനും നല്ല മനസ്സിന്റെ ഉടമകൾ കൂടിയാണ്. മറ്റുള്ളവരെ സഹായിക്കണം, മനസ്സറിഞ്ഞു തന്നെ സഹായിക്കണം എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവൃത്തികൾ ചെയ്യുന്ന വ്യക്തികൾ കൂടിയായിരിക്കും നിങ്ങൾ എന്നതും വാസ്തവം തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും നിങ്ങൾക്ക് അർഹിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ലഭിച്ചിട്ടില്ല എന്നത് വാസ്തവമായി പരാമർശിക്കുവാൻ സാധിക്കും. പല കാര്യങ്ങളും മറ്റുള്ളവർ തിരിച്ചറിഞ്ഞിട്ട് പോലുമില്ല എന്നത് നിങ്ങളെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ അത്രമേൽ വേണ്ടപ്പെട്ടതായ രീതിയിൽ, അത്രമേൽ സ്പെഷ്യലായി ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ പോലും പലരും തിരിച്ചറിഞ്ഞിട്ടില്ല എന്നത് നിങ്ങൾക്ക് അത്രമേൽ വിഷമം ജീവിതത്തിൽ നൽകുന്നതായ ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. ഇത് പലപ്പോഴായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ജീവിതത്തിൽ അനുഭവഭേദ്യമാകുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ പ്രധാനപ്പെട്ടതായ കാര്യം, നിങ്ങളുടെ ഭാഗ്യം അത് പെട്ടെന്ന് തുറക്കപ്പെടുന്ന കാര്യമല്ല, അത് പതുക്കെ തുറക്കപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുകയാണ്, അത് തുറക്കുകയാണ് എന്ന് തന്നെ അർത്ഥമാക്കാം. അതിനാൽ ഘട്ടം ഘട്ടമായി തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ പ്രകടമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുകയും ചെയ്യും. അതിനാൽ നിങ്ങൾ അനുഭവിച്ചു പോന്നിരുന്ന തടസ്സങ്ങളോ അല്ലെങ്കിൽ ദുരിതപൂർണമായ അവസ്ഥകളാണ് എങ്കിലും, പ്രശ്നങ്ങളാണ് എങ്കിലും അത് മറികടക്കുവാൻ സാധിക്കും. ഒരു പുതിയ സാഹചര്യം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുങ്ങും. നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ നിങ്ങൾക്ക് ലഭിക്കേണ്ടത് അത് അവസരമായി നിങ്ങളിലേക്ക് വന്ന് ചേരാനായി സാധ്യത കൂടുതലാണ്. ശുഭവാർത്തകൾക്കുള്ള സാധ്യതകൾ കൂടുതലാണ്. നിങ്ങൾ വളരെ കാലമായി കേൾക്കാൻ കാതോർത്തിരിക്കുന്ന ചില കാര്യങ്ങൾ കേൾക്കുകയോ, ജോലി ലഭിക്കുകയോ, വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് അനുകൂലമാവുകയോ, ധനപുരോഗതിയിലേക്ക് നയിക്കുകയോ, അത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് സംഭവിക്കാനുള്ള സാധ്യതകൾ തന്നെയാണ് ഉള്ളത്. ഇതുവരെ നിങ്ങൾ എത്രമേൽ വിഷമിച്ചുവോ അതിന് അനുകൂലമായ രീതിയിൽ
ചില അനുകൂല സാഹചര്യങ്ങൾ വന്നു ചേരും. പണം കയ്യിൽ നിൽക്കാത്തതായ പ്രശ്നങ്ങൾക്ക് പോലും ഒരു പരിഹാരമോ ഒരു മാറ്റമോ കടന്നു വരാനുള്ള സാധ്യതകളുണ്ട്. പരിശ്രമങ്ങൾ നടത്തുന്നവരാണ് നിങ്ങൾ. അതിനനുസരിച്ചുള്ള ഒരു ഫലം ലഭിക്കുകയും നിങ്ങൾക്ക് മാറ്റങ്ങൾ അനുഭവവേദ്യമാവുകയും ചെയ്യും. പല കാര്യങ്ങളിലും ഒരു വലിയ മാറ്റം തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരും എന്നൊരു സൂചന തന്നെയാണ് ഉള്ളത്. മാനസിക വിഷമങ്ങൾ അവസാനിക്കുന്ന, അതിനൊരു അവസാനം സംഭവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാനായി പോവുകയാണ് എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും. ചില അവസരങ്ങളിൽ നിങ്ങൾക്ക് കുടുംബവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ദൃഢമായ ബന്ധത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങൾ വളരെയധികം വിഷമങ്ങൾക്ക് കാരണമാകുന്നു എങ്കിൽ മനസ്സിൽ കിടക്കുന്നതായ ഭയം അത് നിങ്ങളെ വല്ലാതെ ബാധിക്കുന്നതായ സാഹചര്യമുണ്ട് എങ്കിൽ അതിലൊരു മാറ്റം തന്നെ സംഭവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാനായി പോവുകയാണ് എന്ന് തന്നെ അർത്ഥമാക്കാം. ഭയത്തെ തരണം ചെയ്യുവാനുള്ള ശക്തി തന്നെയാണ് ഭഗവാൻ നിങ്ങൾക്ക് നൽകുക. അത് നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നും അത് കൂടുതൽ തെളിയുന്നതായ സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. ഭഗവാൻ പറയുന്നതായ കാര്യം, ഇത്രയും കാലം നിങ്ങൾ പല കാര്യങ്ങളും പല പരീക്ഷണങ്ങളും സഹിച്ചു. പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വിഷമകരമാണ് എങ്കിലും അത് അനുഭവിച്ച് മുന്നോട്ട് പോകേണ്ടതായി വന്നു. എന്നാൽ ഇനി നിങ്ങൾക്ക് സന്തോഷിക്കുവാനുള്ള, മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതായ പല കാര്യങ്ങളും സംഭവിക്കാനുള്ള സാഹചര്യം വന്നു ചേരുന്നു എന്നുള്ളതാണ്. അതിനാൽ ചില ശുഭവാർത്തകൾ തന്നെ നിങ്ങളെ തേടി എത്തുവാനുള്ള സാധ്യതകളുണ്ട്. വരും ദിവസങ്ങളിലോ അല്ലെങ്കിൽ ചില മാസങ്ങൾക്കുള്ളിലോ പ്രധാനമായും ചില മാറ്റങ്ങൾ സംഭവിച്ച് തുടങ്ങുവാനുള്ള സാധ്യതകളുണ്ട്. നല്ല കാര്യങ്ങൾ സംഭവിക്കുക, നല്ല മാറ്റങ്ങൾ അനുഭവവേദ്യമാവുക തുടങ്ങിയ കാര്യങ്ങളാണ് സംഭവിക്കുക. പല കാര്യങ്ങളിലും അത് ഗുണകരമായി തീരാവുന്നതാണ്. ഈ സമയം നിങ്ങൾക്ക് നല്ല ബന്ധം ലഭിക്കുക, വിവാഹം, അത്തരം പല കാര്യങ്ങൾ സംഭവിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്ന ചില വ്യക്തികളെ കണ്ടുമുട്ടുവാൻ സാധിച്ചു എന്ന് വരാം. നിങ്ങൾക്ക് പോലും ഉത്തരം ലഭിക്കാത്തതായ പല ചോദ്യങ്ങൾക്കും ഇവർ മൂലം ഉത്തരം ലഭിച്ചു എന്ന് വരാം. ഇത്തരത്തിൽ പുതിയൊരു സാഹചര്യം, അനുകൂലമായ സാഹചര്യമാണ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നത്. അത് തീർച്ചയായും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു എന്നത് ഭഗവാന്റെ അനുഗ്രഹം തന്നെയാണ്. ഈ സമയം ഭഗവാനെ ആരാധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് നീങ്ങുക.